അസ്സലാമു അലൈക്കും മുഹിബ്ബിങ്ങളെ, എന്തൊക്കെ റാഹത്തല്ലേ. എന്താണ് കൈവിഷം? ധാരാളം ആളുകളാണ് അതിൻ്റെ സംശയങ്ങൾ ചോദിക്കുന്നവർ. കൈവിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഇടങ്ങേറിലാക്കാൻ, ഒരാളെ ബുദ്ധിമുട്ടിലാക്കാൻ, ഒരാൾക്ക് ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ അവൻ്റെ ശത്രുവാണെങ്കിലും ഇങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരാള് അവൻ്റെ ഭക്ഷണത്തിലൂടെയും അവൻ്റെ പാനീയത്തിലൂടെയും ചെയ്തു വെക്കുന്ന ഇത്തരം കൂടോത്ത തന്ത്രങ്ങളാണ് കൈവിഷം. ഇതവൻ്റെ വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളും വലിയ ഇടങ്ങേറുകളും, അവൻ്റെ ജോലിയിലുണ്ടാകുന്ന തടസ്സങ്ങളും, ജോലി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളും, ബിസിനസ്സിലുണ്ടാകുന്ന തകർച്ചകളും, ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുന്ന വിള്ളലുകൾ, ജീവിതത്തിലുടനീളം ഉണ്ടാകുന്ന തടസ്സങ്ങളും പ്രയാസങ്ങളുമാണ് ഒരാൾക്ക് കൈവശമേറ്റ് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. പിന്നീട് വയറ് സംബന്ധമായ രോഗങ്ങൾ, എപ്പോഴും ഉണ്ടാകുന്ന ടെൻഷൻ, എല്ലാം ചെയ്യണമെന്നുണ്ട് പക്ഷേ ചെയ്യാൻ തോന്നാത്തൊരവസ്ഥ. ഇതൊക്കെയാണ് കൈവശം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. ഈ കൈവശത്തെ പരിപൂർണമായിട്ട് ഒഴിവാക്കാൻ, റിമൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം, കുറച്ച് കരിഞ്ജീരകം, കുറച്ച് ചെറുതേൻ, ഇത് മൂന്നും അനിവാര്യമാണ്. ഇത് മൂന്നിലും ശിഫാ ഉണ്ട്. കരിഞ്ജീരകം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മരണമല്ലാത്ത എല്ലാ രോഗത്തിനും കരിഞ്ജീരകം ശിഫയാണ്. തേനിൽ ശിഫയുണ്ടെന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തിയതാണ്. വെള്ളം നമ്മുടെ നിത്യജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. ഈ വെള്ളത്തിലേക്ക് കുറച്ച് കരിഞ്ജീരകം ഇട്ട്, ഒരു സ്പൂൺ കരിഞ്ജീരകം ഇട്ട്, ഒരു സ്പൂൺ ചെറുതേൻ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാവശ്യം, ആയത്തുൽ കുർസി ഒരു പ്രാവശ്യം, പിന്നീട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 106-ാമത്തെ അധ്യായം സൂറത്തുൽ ഖുറൈശ് 21 പ്രാവശ്യം ഓതി ഈ വെള്ളത്തിൽ മന്ത്രിച്ച് വെറും ഒരു 3 ദിവസം നിങ്ങൾ വെറും വയറ്റിൽ ഈ ഒരു പാനീയം നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള ശിഫാ ഉണ്ട് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇത് മുജറബായിട്ടുള്ളൊരു അമലാണ്. ഇൻഷാ അല്ലാഹ് ഇത്രം പ്രയാസത്തിൽ, ഇത്രം ബുദ്ധിമുട്ടിൽ ജീവിതം തള്ളി നീക്കുന്നവര്, ഇത്ര ബുദ്ധിമുട്ടുകൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവർ ഇൻഷാ അല്ലാഹ് ഈ അമലിനെ ചെയ്യാൻ അള്ളാഹു സ്വീകരിക്കട്ടെ. പരിപൂർണ നിലക്കുള്ള ശിഫാ അള്ളാഹു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.